എല്ലാവർക്കും നമസ്കാരം. ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണുള്ളത്. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂർ ഷോപ്പിങ്ങിനൊക്കെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് കേട്ടോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നാളെ രാവിലെ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് 165 രൂപയ്ക്ക് കയറുന്ന ഒരു ട്രാവൽ സ്റ്റോറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതോടെ നമ്മുടെ ബാംഗ്ലൂർ ട്രാവൽ സീരീസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബാംഗ്ലൂർ ഒരു 3 ദിവസത്തെ ട്രിപ്പിന് വന്നതിൽ എനിക്ക് ഏറ്റവും ഷോപ്പിങ്ങിന് വന്നതിൽ ഇഷ്ടമായൊരു സ്പോട്ടാണ് കേട്ടോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. നമ്മുടെ ചർച്ച് സ്ട്രീറ്റിൽ നിന്നും ബ്രിഗേഡ് സ്ട്രീറ്റിൽ നിന്നൊക്കെ ഒരു നടക്കാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തും. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. 200 രൂപ 100 രൂപ മുതൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫിക്സഡ് റേറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ആൻറ്റീക്ക് ഐറ്റംസിൻ്റെ ഷോപ്പുകൾ കാണാൻ പറ്റും. ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, അവർ ചിലപ്പോൾ സമ്മതിക്കില്ല കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയട്ടെ. എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം. ചില ഏരിയയിൽ ഇതേപോലെ നല്ല ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ മാത്രം ഉള്ളൊരു ഏരിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ. USPA അതുപോലെ തന്നെ പോളോൻ്റെയൊക്കെ ഷോപ്പുകൾ കാണാം. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഔട്ട്ലെറ്റുകൾ കാണാൻ പറ്റും. ഇതൊക്കെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ നോർമൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ബാറ്റയുടെ ഒരു ഷോറൂമാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാം. അപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കി മേടിക്കാം. ഇനി അല്ല, നിങ്ങൾക്ക് ബഡ്ജറ്റ് സാധനങ്ങൾ വേണമെങ്കിൽ ഇടയിൽ ഗല്ലികളുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും. എല്ലാ ഷോപ്പിലും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. 50% ഓഫേഴ്സ്. കർട്ടൻ്റെ ഒരു ഷോപ്പാണ് അതാ കാണുന്നത്. ഇതൊരു ബ്രൈഡൽ ബ്രാൻഡാണ് കോസ്കി എന്നുള്ളത്. പിന്നെ വാൻ ഹുസൈൻ്റെ ബ്രാൻഡ് കാണിക്കുന്നുണ്ട്. മെൻ ആൻഡ് വുമണിൻ്റെ ഔട്ട്ലെറ്റാണ്. മുന്നിൽ നടക്കുമ്പോൾ അതാ കാണുന്നു അലൻസോളി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ നോർമൽ റേഞ്ചിലുള്ള സാധനങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടും. അപ്പോൾ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു കംഫർട്ടബിളായി തോന്നിയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണ്. കാരണം ചിക്പേട്ടിൽ പോയി അതിൻ്റെ വീഡിയോ നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കാം. ചിക്പേട്ടിലെ കാഴ്ചകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് ഹോൾസെയിലായിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കണം. ഇവിടെയാണെങ്കിൽ ഹോൾസെയിൽ എടുക്കേണ്ട, നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ടും സാധനം കിട്ടും. പക്ഷേ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവിൽ കിട്ടും. അപ്പോൾ ബാംഗ്ലൂർ വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്തായാലും മിസ് ചെയ്യാതെ ഇവിടെ വരിക. ഹോൾസെയിലേഴ്സും ബിസിനസ് ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ചിക്പേട്ടിൽ പോകാം. അവിടെ നിന്ന് ബൾക്കായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാം. ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. കാഴ്ചകൾ കണ്ട് നടന്നാൽ തീരില്ല കേട്ടോ. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കുട്ടികളുടെ ടോയ്സ്, ഒരുപാട് വണ്ടിയിലൊക്കെ തൂക്കുന്ന സാധനങ്ങളാണ്. നമ്മളിപ്പോൾ നടന്ന് ഏകദേശം 2 ഇളനീര് കുടിച്ചു. അത്രയും ദാഹമുണ്ട്. കാരണം ഒരുപാട് നടക്കുമ്പോൾ, ഈ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ സമയം പോണത് അറിയില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. ഒരുപാട് ഡ്രസ്സിൻ്റെ ഐറ്റംസ് നല്ല ചീപ്പാണെന്ന് മനസ്സിലായി. പിന്നെ ഇതുപോലെ തന്നെ ഷൂസ്, ചെരുപ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് നടന്ന് ബാക്കി എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാനുള്ളത് ഇവിടെ ഒന്ന് നോക്കാം. എത്ര കണ്ടാലും കാരണം മടുക്കില്ല, അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇവിടെ. കാരണം പുതിയ സാധനങ്ങളാണ് വീണ്ടും ഓരോ സ്ഥലത്തേക്ക് നമ്മൾ തിരിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇതാണ്ടോ 95 രൂപയ്ക്കാണ് അവിടെ ഡ്രസ്സിന് ഇട്ടുണ്ടായിരുന്നത്. ഇത് ചെരുപ്പുകളുടെ ഒരു ഏരിയയാണ്, ഫുള്ള് ചെരുപ്പുകളാണ്. 150 രൂപയ്ക്ക് നല്ല നല്ല ചെരുപ്പുകൾ കേട്ടോ. ഒരുപാട് മോഡലുകളുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. രാജസ്ഥാൻ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ചപ്പൽസൊക്കെ ഇഷ്ടം പോലെ കാണാനുണ്ട്. ഈ കുട്ടികളുടെ പാവകളൊക്കെ വെറും 100 രൂപ 50 രൂപ റേറ്റിലാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇതൊന്നും കിട്ടില്ല. ഈ പയ്യൻ രാജസ്ഥാൻകാരനാണ്, അവനോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. ബാഗുകളും അവിടെ ചീപ്പ് റേറ്റിൽ കിട്ടും. ഇതൊരു അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്, ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. ഇനി ഈ കാണുന്നത് സപ്തഗിരി ലേഡീസ് ഡ്രസ് മേക്കേഴ്സ് എന്നുള്ളൊരു ഷോപ്പാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഉള്ളിലും നല്ല തിരക്കുണ്ട്. ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നൊരു ഷോപ്പാണ്. ലേഡീസിനെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഒരുപാട് ടൈം പോകും, കാരണം അവർക്ക് ഒരുപാട് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനി ഈ കാണുന്നൊരു ഏരിയ ഓർണമെൻറ്റ്സിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. ഓരോ ഗല്ലിയിലും ഓരോരുത്തർ പിടിച്ചിരിക്കുകയാണ് ഓരോ ഐറ്റംസ്. അപ്പോൾ അതിനനുസരിച്ച് കണ്ടോ നല്ല നല്ല രീതിയിൽ വളകൾ മാലകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ലേഡീസിൻ്റെ ചെരുപ്പുകളാണ് ഈ ഒരു ഷോപ്പിൽ ഒരുപാട് കാണാനുള്ളത്. ഈ കടയിലുള്ള ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു, സംസാരിച്ചു. ഏതൊക്കെയാണ് യൂട്യൂബ് ചാനലാണോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് യൂട്യൂബ് ചാനലുകളുടെ ഇടയിൽ പുതിയൊരു ചാനലായതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇനി വീണ്ടും നമ്മുടെ ചാനൽ വരുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല, സജഷനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഓരോ ഗല്ലികളിൽ കയറി നമ്മളിപ്പോൾ അടുത്തൊരു സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് വലിയ വലിയ ബ്രാൻഡഡ് ഷോപ്പുകളാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏകദേശം പുറത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഇനി വണ്ടി കയറാനുള്ളതാണ് നാട്ടിലേക്ക്. അപ്പോൾ 2-3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി തിരിച്ച് ഞാൻ വീണ്ടും വൈറ്റ് ഫീൽഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ റൂമുള്ളത്. ഇതായിരുന്നു എൻ്റെ കൂട്ടുകാരൻ ഇത്ര ദിവസം യാത്രയ്ക്ക്. അപ്പോൾ ഇനി രാവിലെ കാണാം. രാവിലെ 6 മണിക്ക് തന്നെ കുളിച്ച് റെഡിയായി നേരെ കാർമലാരം സ്റ്റേഷനിലെത്തി. 165 രൂപയ്ക്ക് ആണ് നമ്മുടെ നാട്ടിലേക്കുള്ള ഈ ഒരു ട്രെയിന്. ബാംഗ്ലൂർ സിറ്റി കഴിഞ്ഞ 2ാമത്തെ സ്റ്റേഷനാണിത്. അത്യാവശ്യം തിരക്കുണ്ട് ട്രെയിൻ വന്നപ്പോൾ തന്നെ. കയറി മേലെ ഒരു അപ്പർ ബർത്തിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റേഷൻ കഴിഞ്ഞാൽ സൈഡിലുള്ള ആൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കിടക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് മേലെ ഇരുന്നിട്ടുള്ള ഈ ഒരു യാത്ര. എന്തായാലും നല്ലൊരു വൈബാണ്, അടിപൊളി. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഓവർ ക്രൗഡഡൊന്നുമല്ല. തമിഴ്നാട്ടിൽ എവിടെയോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ട്രെയിൻ. ഞാൻ എന്തായാലും ടോയ്ലറ്റിലൊക്കെ ഒന്ന് കയറി ഇവിടുത്തെ ഒന്ന് ഫ്രഷായി. അപ്പോൾ ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് ഈ ഒരു ട്രെയിനിൽ. ഡെയിലി എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്ക് ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ടായിരിക്കാം വലിയ കച്ചറയൊന്നുമില്ല. നല്ല വൃത്തിയുള്ളൊരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ട്രെയിനിലുള്ളത്. ബാക്കി സ്ലീപ്പറിലും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ട്രെയിൻ ഏകദേശം കോയമ്പത്തൂരൊക്കെ എത്തിയിട്ടുണ്ട്. ബോച്ചെ ഫുഡ് എക്സ്പ്രസ് വന്നിട്ട് ബോച്ചയുടെ ഒരു കമ്പാർട്ട്മെൻറ്റ് കാണാനിടയായി. കോയമ്പത്തൂർ വരുമ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. കോയമ്പത്തൂർ സിറ്റിയാണ് ഈ കാണുന്നത്. എന്തായാലും മുന്നോട്ട് പോകാം. ഈ ഒരു വെള്ളക്കെട്ടൊക്കെ ഉള്ളത് നമ്മുടെ കോയമ്പത്തൂർ ടൗൺ കഴിഞ്ഞിട്ടാണ്. കോയമ്പത്തൂർ കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല, കാരണം ഡോർ സൈഡിൽ തന്നെ നിൽക്കും. കാരണം പാലക്കാട് വാളയാർ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നിൽപ്പാണ്. എത്താറായി, നമ്മുടെ പോത്തന്നൂർ ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ പാലക്കാട് എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റൊക്കെ ഇടുക, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ, എവിടത്തെ ഇനി ട്രാവൽ വീഡിയോസ് എവിടേക്കുള്ളതാണ് വരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് ബഡ്ജറ്റ് ട്രിപ്പുകളൊക്കെ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലാണ് ഞാനപ്പോൾ. അങ്ങനെ പാലക്കാട് എത്തിയിരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്. നേരെ പുറത്തേക്ക് നടക്കുക. ഇതാണ് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇത് ഒലോക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. ഇവിടുന്ന് നേരെ മുന്നോട്ട് നടന്ന് ബസ് കയറുക, നേരെ വീട്ടിൽ പോവുക, റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. അവസാനത്തെ വീഡിയോ ആണിത് ബാംഗ്ലൂർ സീരീസിലെ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി തിരിച്ചു വരാം. നല്ല നല്ല വീഡിയോസ് വരാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോസായി കാണുന്നവരെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.